വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഒരുങ്ങി റെഡിയാവാൻ പറഞ്ഞു. ഞങ്ങൾ റെഡിയായി. സർപ്രൈസായിട്ട് ഞങ്ങൾ എവിടെയോ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. വണ്ടി എന്നാൽ കുണ്ട്ര വരെ വന്നിട്ടുള്ളൂ. ഇതെന്ത് സർപ്രൈസാണെന്ന് അറിയത്തില്ലേ. അങ്ങനെ വന്നപ്പോഴേക്കും വേണ്ട മന്തിക്കടയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണേ. അപ്പോൾ നമ്മൾ വന്നപ്പം താഴെയൊന്നും ഒന്നും കാണുന്നില്ല. പക്ഷേ മന്തിയുടെയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഫോട്ടോസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഒരു ഈശോയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിനി ഫസ്റ്റ് ഫ്ലോറിലോട്ടാണേ പോകുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. കയറി വന്നതും സൂപ്പർ കാഴ്ച കേട്ടോ കണ്ടത്. ദേണ്ട കിടക്കുന്ന മീൻ. പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര എന്താ പറയുന്നത്, കാണുമ്പോഴേ ഭയങ്കര സന്തോഷമുള്ള കാര്യമില്ല. അത് കണ്ടതും ശ്രേയ ഓടിപ്പോയി അതിൽ തൊട്ടു. സഞ്ജു പിന്നെ അതിനെ തൊടുകയാണോ അടിക്കുകയാണോ അതിനെ ഉമ്മ വെക്കുകയാണോ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ആ മീനോടങ്ങ് വർത്തമാനം പറയുകയാണെ. ഭയങ്കര സന്തോഷമായിട്ടോ. പിള്ളേർക്കത് കണ്ടതും ഭയങ്കര സന്തോഷമായി. ഇവിടം വരെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെയാണ് കേട്ടോ. അപ്പം ഇനി ഇതിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്ന എന്തൊക്കെയുണ്ട് കാഴ്ചകളെന്ന് നമുക്ക് പോയി നോക്കിയാലോ. അങ്ങനെ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ കണ്ണഞ്ചേട്ടൻ ഓൾറെഡി മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മന്തി വന്നു എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ കഴിക്കാൻ പോകാനായിട്ട് ഇവരെ വിളിച്ചിട്ട് ഇവർ രണ്ടാളും ഒരു വിധത്തിൽ വരുന്നില്ലായിരുന്നു. സഞ്ജുവേട്ടനാണെങ്കിൽ ആ വെള്ളത്തിൽ കിടക്കുന്ന മീനെ അന്നേരം പിടിച്ചാൽ കൊള്ളാമെന്നുണ്ടേ. അതിനെ പിടിക്കാൻ പറ്റത്തില്ല, നമുക്ക് പോയി കഴിക്കാമെന്ന് പറഞ്ഞിട്ടും രണ്ടുപേരും വരാണ്ട് നിൽക്കുമായിരുന്നേ. അങ്ങനെ വേണ്ട അവർ രണ്ടുപേരും അവിടെ നിന്നപ്പോഴേക്കും കണ്ണഞ്ചേട്ടൻ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കണ്ണഞ്ചേട്ടൻ വരുന്നത് പിള്ളേരെ വഴക്ക് പറയാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന്. കണ്ണഞ്ചേട്ടൻ വന്ന് വഴക്കൊന്നും പറഞ്ഞില്ല കേട്ടോ. അവർക്കൊപ്പം ഇരുന്ന് പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് എന്നോടും അവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന്. അപ്പോഴേക്കും നമ്മുടെ ഫുഡ് വേണ്ട തണുക്കാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കഴിക്കാമെന്നും പറഞ്ഞ് വന്ന് അപ്പോഴേക്കും വേണ്ട കഴിക്കാൻ വന്ന സ്ഥലത്തു നിന്ന് ഓപ്പോസിറ്റ് സൈഡ് വേണ്ട ഇരിക്കുന്ന അടുത്തത്. പിന്നെ അതിൽ കയറണമെന്നും പറഞ്ഞ് എല്ലാവരോടും ഇതായി. അങ്ങനെ പിന്നെ സഞ്ജുക്കുട്ടിന് ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒറ്റയ്ക്ക് ഇരുത്താൻ നേരത്തെ അവന് പേടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവനിങ്ങനെ ആടിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. കുറേ നേരം ഇരുന്ന് ഇവിടുന്ന് വഴക്ക് പറയുമെന്ന് പറഞ്ഞിട്ടാട്ടോ അവിടെ നിന്ന് ഇറക്കിയത്. അന്നേരം വേണ്ട ശ്രേയയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞ് ശ്രേയ പൊതുവേ ഊഞ്ഞാലെല്ലാം ഒന്നിലും ഒറ്റയ്ക്ക് കയറാറില്ല. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഒട്ടും ഇരിക്കാറില്ല. അപ്പോൾ അവളുടെ കൂടെ അവനൂടെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവർ രണ്ടുപേരെ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്ത് ഫുഡ് കഴിക്കാൻ പോവുകയാണേ. ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡ് കഴിക്കാൻ പോകുന്നതിൻ്റെ ഇവിടുത്തെ വ്യൂ നല്ല അടിപൊളിയാട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മന്തിക്കടയിൽ വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ കാണുന്നത്. ഞാനിത് ഫസ്റ്റ് ടൈം ആട്ടോ. അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. മന്തിക്കാണെങ്കിൽ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. മന്തി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഞങ്ങളത് കഴിക്കാൻ വന്നത്. എന്നാലും ആ ചൂട് പോയിട്ടില്ലായിരുന്നു. മയണൈസും നല്ല സൂപ്പറായിരുന്നു കേട്ടോ. എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ മന്തി. ഓൾറെഡി കണ്ണഞ്ചേട്ടൻ ഇതിന് മുന്നേ ഇവിടെ